ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ടോപ്പിക്സാണ് ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ചും സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചും. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഫോറിൻ മണി പുറത്തേക്ക് പോകും, ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ മണി ഇന്ത്യയിലേക്ക് വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഫോറിൻ കറൻസി നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ആവശ്യം, ഫോറിൻ കറൻസി ആവശ്യമാണ്. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് പേ ബാക്ക് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, ഫോറിൻ കറൻസി ആവശ്യമാണ്. നേരെ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ആ ഒരു കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുകയാണ്, ആ ഒരു കൺട്രിക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് എന്ത് തരുന്നു, ഫോറിൻ കറൻസി തരുന്നു. അതാണ് ഫോറിൻ മണി ഗോസ് ഔട്ടും ഫോറിൻ മണി കംസ് ഇന്നിലും വരുന്നത്. അതുകൂടാതെ ഫോറിൻ കറൻസി ഈസ് നീഡഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രി ഇൻ ദ ഫോം ഓഫ് അസറ്റ്, ഷെയർ ഓർ ബോണ്ട്. നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ആ രാജ്യത്തെ കറൻസി നമുക്ക് ആവശ്യമാണ്. നേരെ തിരിച്ച് ഒരു ഫോറിനേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇന്ത്യൻ അസറ്റിലോ ബോണ്ടിലോ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറൻസി ഇങ്ങോട്ട് കിട്ടും. നമുക്ക് പിന്നെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്, ഫോറിൻ മണി ആവശ്യമുണ്ട്. അതായത് അബ്രോഡിലൊക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്ന മകൾക്കോ മകനോ വേണ്ടിയിട്ട് ഇന്ത്യൻ പാരൻസ് മണി സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ രാജ്യത്തെ ഫോറിൻ കറൻസി നമ്മൾ ഡിമാൻഡ് ചെയ്യാണ്. നേരെ തിരിച്ച് ഇന്ത്യൻ പാരൻസ് അബ്രോഡ് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മകനോ മകളോ അബ്രോഡ് വർക്ക് ചെയ്യാണ്, ഇന്ത്യയിലോട്ട് അവർ പൈസ സാലറി അയക്കുകയാണെങ്കിൽ അതെന്താണ്, നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഫോറിൻ കറൻസിയുടെ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഒരു രീതിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തെ ഏതെങ്കിലും ഫോറിനായിട്ടുള്ള ഏതൊരു കൺട്രിയിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓവർസീസ് ബാങ്കിൽ മണി ഹോൾഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്, ഡിമാൻഡാണ് വരുന്നത്. അത് നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു ഫോറിനേഴ്സ് ഇന്ത്യൻ ബാങ്കിലാണ് മണി ഹെൽഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വരികയാണ്, സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പിന്നെ ടൂറിസം, അതായത് ഇന്ത്യൻ ട്രാവലിംഗ് അബ്രോഡ് ഫോർ ടൂറിസം പർപ്പസ്. ഇന്ത്യക്കാർ പുറം രാജ്യങ്ങളിൽ ടൂറിസത്തിനായിട്ട് പോകുമ്പോൾ അവിടുത്തെ കറൻസി നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ടി വരുന്നു. ഫോറിനേഴ്സ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ കറൻസി ഡിമാൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ചും സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വരുന്നത്.